ഫാമിലി ആയിട്ട് ഒരു അടിപൊളി വെക്കേഷന് പോകാൻ പറ്റുന്ന ഒരു അണ്ടർ റേറ്റഡ് ട്രാവൽ ഡെസ്റ്റിനേഷൻ പരിചയപ്പെട്ടാലോ? യൂറോപ്പിൽ ഓസ്ട്രിയയ്ക്കും ക്രൊയേഷ്യയ്ക്കും അടുത്തായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ലുബ്ലിയാന, ദ ക്യാപിറ്റൽ ഓഫ് സ്ലൊവേനിയ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 5 days പ്ലാൻ ചെയ്ത ഈ വെക്കേഷൻ ട്രിപ്പ് ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഡയറക്റ്റ് ട്രെയിൻ അല്ല കേട്ടോ. ആദ്യം ഓസ്ട്രിയയിലെ വില്ലാഷ് എന്ന സ്ഥലം വരെ ഒരു ട്രെയിൻ. ഓസ്ട്രിയൻ ആൽപ്സിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു 5 hours വരുന്ന ഒരു കംഫർട്ടബിൾ ജേർണി. പിന്നെ അവിടെ നിന്ന് വേറൊരു ട്രെയിനിൽ സ്ലൊവേനിയയുടെ ക്യാപിറ്റലായ ലുബ്ലിയാന വരെ. രണ്ടാമത്തെ ട്രെയിൻ ജേർണി ശരിക്കും ഒരു ഫൺ റൈഡായിരുന്നു. എയർ കണ്ടീഷനിങ് ഒന്നും ഇല്ലാത്ത ഒരു വിൻറ്റേജ് മോഡൽ ട്രെയിനിൽ ആടി ഒരു റൈഡ്. നമ്മുടെ നാട്ടിലെ സ്ലീപ്പർ കോച്ചിലൊക്കെ പോകുന്ന ഒരു ഫീൽ കിട്ടി. ലുബ്ലിയാന സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടി തുടങ്ങും. നമ്മൾ ആദ്യം ഇംപ്രസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലീൻ റോഡ്സും ഫുട്പാത്തും ഒക്കെയാണ്. സ്ലൊവേനിയയിലെ ക്ലീൻനെസ്സിനെ പറ്റി കുറേ ബ്ലോഗ്സിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് അത് ശരിക്കും റിയലൈസ് ചെയ്തത്. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ലുബ്ലിയാന സിറ്റി സെൻറ്റർ. ആൻഡ് ഓൾസോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ 5 days സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. ഇനി പതിവ് തെറ്റിക്കാതെ ഒരു റൂം ടൂർ ആയാലോ? ഒരു ഓഗസ്റ്റിലാണ് ഞങ്ങൾ സ്ലൊവേനിയയിലേക്ക് വരുന്നത്. യൂറോപ്പിൽ ഇത് സ്കൂൾ വെക്കേഷനും പീക്ക് സമ്മർ ടൂറിസ്റ്റ് സീസണുമാണ്. എന്നിട്ട് പോലും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് €170 പെർ നൈറ്റിന് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിത് booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ പോയ മറ്റ് ഡെസ്റ്റിനേഷൻസിലെ റൂം റേറ്റ് വെച്ച് നോക്കിയാൽ ഇതൊരു നല്ല ഡീലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ചുകൂടി മോഡേൺ ആയ റൂമിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാമെന്ന് ഹോട്ടലുകാർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അതിനേക്കാളും ഞങ്ങൾ ബുക്ക് ചെയ്ത ഈ റൂം തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ് ഇൻ ദിസ്. വെൽക്കം ടു ദി റൂം. It's having a wonderful living room. Kind of, we can watch TV. Old TV. Couch here and a small coffee making area with telephone and. You want some coffee, mommy? Drawers and. You want to drink some coffee? Writing table. You want coffee? Not now, baby. See a nice view from here. Even if it is sunny, we can see that. It's a bathroom. Bathroom. We don't have bathroom in this room. Oh, really? Then come on. Oh, correct it. So, bathroom is there. And this is the bedroom and beds. That is so beautiful. Oh, രണ്ട് TV. TV ഇവിടെ ഉണ്ട്. സമാധാനം. Yeah, look. Wow, a beautiful and A beautiful spacious bed. bathroom. A beautiful bed. Yeah. Old bathroom, right? Yes. And a window. Telephone here too, in case of emergency. I would like to have black coffee. You want black coffee? That's how you make black coffee. Thank you, Anu. ഫസ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ ഹെവി പ്ലാൻസ് ഒന്നും വെക്കാറില്ല. യൂഷ്വലി റൂമിൽ ചെക്ക് ഇൻ ചെയ്ത ഒരു ചെറിയ വാക്ക് പ്ലസ് ഒരു ഡിന്നർ, അതായിരിക്കും യൂഷ്വൽ പരിപാടി. ട്രാവൽ കഴിഞ്ഞുള്ള മൂഡ് അനുസരിച്ചായിരിക്കും എല്ലാം. അത്രയ്ക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. Anu, come. You don't want to join us? For the photos? For day 0 in Ljubljana.
Let's go out in style. Finally, we are in this beautiful city of Ljubljana, capital of Slovenia. ഇവിടെ ലാൻഡ് ചെയ്ത് അന്നുവും പപ്പായും അമ്മായും ഇസ് ഗോയിങ് ടു എക്സ്പ്ലോർ ലൂബ്ലിയാന. ഞങ്ങളിവിടെ റൂമിലെത്തി, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷൻ അപ്പ് ചെയ്ത് ഒരു ഈവനിങ് വാക്ക് പ്ലസ് ഡിന്നറിന് വേണ്ടി ഇറങ്ങിയതാണ്. ആൻഡ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കിടക്കുകയാണ് ബിക്കോസ് ഇറ്റ്സ് എ സൺഡേ ആൻഡ് എക്സ്ട്രീംലി നീറ്റ് ആൻഡ് ക്ലീൻ. അതാണ് ഫസ്റ്റ് ഇംപ്രഷൻസ് ഓഫ് സ്ലൊവേനിയ, അറ്റ്ലീസ്റ്റ് ലൂബ്ലിയാന. ആൻഡ് let's see. I'm so excited. We are so excited about this trip. അതാണ് സ്ലൊവേനിയയുടെ ഫ്ലാഗ്. ഹലോ. ഫസ്റ്റ് ഇംപ്രഷൻസ് ഓഫ് സ്ലൊവേനിയ എന്താണ്? ഇറ്റ് ഈസ് ടു സ്ലോ. ശരിയാണ്, ഞങ്ങൾക്കത് 2-3 സ്ഥലത്ത് ഫീൽ ചെയ്തു ദാറ്റ് ഇറ്റ് ഈസ് എ ബിറ്റ് സ്ലോ. എലിവേറ്റർ ആണെങ്കിലും ആൾക്കാരാണെങ്കിലും റിസപ്ഷനിലാണെങ്കിലും ലിഫ്റ്റിലാണെങ്കിലും. പേരിങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ആയതാണോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് കിഡിങ്. എന്താണെന്നറിയില്ല, നമ്മൾ വന്നിറങ്ങിയല്ലേ ഉള്ളൂ, നമുക്കറിയില്ല സോ ഫാർ. Let's find something to eat. It's not morning, silly, it's evening. അത് ശരിയാ. ഞങ്ങൾ രാവിലെ മ്യൂണിക്കിൽ നിന്ന് ഇറങ്ങി ഒരു 2 ട്രെയിൻ മാറി കയറി ഒരു 4 hours എടുത്ത് വില്ലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നൊരു 1.5 hours വേറൊരു ട്രെയിനും കൂടെ എടുത്തിട്ടാണ് ലൂബ്ലിയാനയിലെത്തിയത്. കാര്യമായിട്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കഴിച്ചു. സോ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. സോ വി ആർ പ്ലാനിങ് ടു ഗെറ്റ് സംതിങ് ഫോർ ഡിന്നർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 6. അപ്പോൾ ഇന്നിപ്പോൾ വേണം എന്തെങ്കിലും കഴിക്കാൻ. Let's find something. സൺഡേയും കൂടെ ആയതുകൊണ്ട് മോസ്റ്റ്ലി ക്ലോസ്ഡ് ആണ്. സിറ്റി സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും കഴിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. ബട്ട് അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ട് വിശപ്പ് സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ ആദ്യം കണ്ട ഒരു പിസ്സ ഷോപ്പിൽ കയറി ഒരു പിസ്സ കഴിച്ചു. അങ്ങനെ ചെറിയൊരു സ്നാക്കിന് ശേഷം, പിസ്സ സ്നാക്കിന് ശേഷം we are back to explore Ljubljana. Ljubljana പക്ഷെ സ്പെല്ലിങ് LJUBJ കുറെ എല്ലും ജെ ഒക്കെ ഉണ്ട്. ബട്ട് then it's pronounced Ljubljana. വ്ലോഗ് എടുക്കുന്ന ഒരാൾ ഓടി വരുന്നു. Anu, how do you like this place so far? This much? Yeah. Oh, okay. You're showing it. What do you like the most? സ്ലൊവേനിയയിലെത്തിയാൽ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ പരിപാടി ടു എക്സ്പ്ലോർ ലൂബ്ലിയാന ബൈ ഫുഡ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും യൂസ് ചെയ്യാതെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ചാമിങ് സിറ്റിയാണിത്. സിറ്റി സെന്ററിന്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്ത ശേഷം ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയാൽ തന്നെ നല്ലൊരു റിഫ്രഷിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ലൂബ്ലിയാന സിറ്റി ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും. ഇവിടുത്തെ ഫേമസ് ബ്രിഡ്ജസിലെല്ലാം പോകണം, ലോക്കൽ ഫുഡ് സ്പോട്ട്സ് ഒക്കെ ട്രൈ ചെയ്യണം.
ലുബ്ലിയാന കാസിൽ വിസിറ്റ് ചെയ്യണം, പിന്നെ ലുബ്ലിയാനിക്ക റിവറിലൂടെ ഒരു ബോട്ടിംഗ് റൈഡ് ആൻഡ് ഫൈനലി സം ലോക്കൽ സുവനീർ ഷോപ്പിംഗ്. ഞങ്ങൾ ഒരു ഫുൾ ഡേ ഇതിനെല്ലാം വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ഒരു നോവി ഫൗണ്ടൻ കാണാനാണ്. ലൂബ്ലിയാനയിലെ ഈ റിവറിന്റെ പേരെന്താണെന്നറിയോ? ലുബ്ലിയാനയോ? അല്ല, ഓ, റിവർ ലുബ്ലിയാന. ലൂബ്ലിയാനിക്ക. ലുബ്ലിയാനിക്ക. ഇവിടെ നിന്ന് വേണമെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോവാം, ബട്ട് മേ ബി സം ടൈം ലേറ്റർ. ഹായ് അന്നു, ഹൗ ആർ യു? നോവി ഫൗണ്ടൻ ഇവിടുത്തെ ഒരു സിഗ്നിഫിക്കന്റ് ലാൻഡ്മാർക്ക് ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ലൂബ്ലിയാന കാസലിന്റെയും ലൂബ്ലിയാനിക്ക റിവറിന്റെയും ഒക്കെ നല്ല വ്യൂ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ക്വയറിലാണ് ഈ ഫൗണ്ടൻ ഉള്ളത്. ഒരു ഈവനിങ് ടൈം ചുമ്മാ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. നൈസ് പ്ലേസ് ആക്ച്വലി. നാട്ടിലൊക്കെ പറയുന്ന ഒരു വൈബുണ്ട്. ഒരു ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലമാണ് ശരിക്കും. രസമുണ്ട്. ലൂബ്ലിയാനയിൽ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ലൂബ്ലിയാനിക്ക റിവറിന്റെ കുറുകെയുള്ള ഡിഫറെന്റ് ബ്രിഡ്ജസ്. അതിൽ ആദ്യത്തെ ബ്രിഡ്ജാണ് ഈ കോപ്ലസ് ബ്രിഡ്ജ്. ഇവിടുത്തെ മറ്റ് ബ്രിഡ്ജസിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ഇവിടെ നിന്നും ഞങ്ങൾ ട്രൈപോഡ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ട്രീറ്റ്സും ലുബ്ലിയാനയുടെ നടുക്കുകൂടെ ഒഴുകുന്ന ലുബ്ലിയാനിക്ക റിവറും പിന്നെ നല്ല കുറേ കഫേസും കുറേ ക്യൂട്ട് ബൊട്ടീക് ഷോപ്സും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു 1 to 2 hours കൊണ്ട് തന്നെ ഇവിടുത്തെ സിറ്റി സെന്ററിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. ലുബ്ലിയാനയിൽ സ്റ്റേ ചെയ്ത എല്ലാ ദിവസവും ഞങ്ങൾ ഈവനിങ് വാക്കിന് ഇറങ്ങി ഡിന്നറൊക്കെ കഴിച്ച് ആടിപ്പാടിയാണ് റൂമിൽ തിരിച്ചെത്തുന്നത്. ആൻഡ് അടുത്ത പരിപാടിയാണ് ഒരു സുവനീർ ഷോപ്പിംഗ്. ലുബ്ലിയാനയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഡ്രാഗൺസ്. ലുബ്ലിയാന ഈസ് ഓൾസോ നോൺ ആസ് സിറ്റി ഓഫ് ഡ്രാഗൺസ്. ആൻഡ് ഇവിടെ എവിടെ നോക്കിയാലും ഡ്രാഗന്റെ ഒരു റെഫറൻസ് കാണാം. ഇവിടെ എത്തിയപ്പോൾ തന്നെ അനുവിന് പ്രോമിസ് ചെയ്തതാണ് ഒരു ഡ്രാഗൺ പ്ലഷി. സോ വി ആർ ഗോയിങ് ടു ബൈ ഹർ വൺ. വന്നെത്തിയ ഉടനെ തന്നെ നമ്മൾ ഡ്രാഗൺ പ്ലഷി വാങ്ങിച്ചു. It was for like 19 euros. And Anu is happy. Nee tripile Anuinte favorite toy would be dragon. Appana king ana, I am the queen. Or princess. You're the king ana. I am a princess Anna. Okay. Ito dia mama the Anna. Na hello queen. Yeah. Hello queen. Queen is coming. Hello queen. Wow, that is cute. Thank you. Nice. Okay guys, let's have some food. Bye bye. Bye bye. ലൂബ്ലിയാനിക്ക റിവറിന്റെ സൈഡ് ചേർന്ന് ഇവിടെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. ആൻഡ് ഞങ്ങൾ സർപ്രൈസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ നൈറ്റ് വൈബ്. ഒരു ലൗഡ് പാർട്ടി വൈബ് അല്ല, നല്ല റൊമാൻറ്റിക് ഈവനിങ് വൈബ്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഒരു നല്ല ഡിന്നറും കഴിച്ച് റൂമിലേക്ക് പോയി. ഇതൊക്കെയാണ് ലൂബ്ലിയാനയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ ഡേ 1 വിശേഷങ്ങൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.